ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ അവിടെ ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പുലർച്ചെ 5:45 ട്രെയിന്. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യുകയാണേ. 5:40 ഫറൂഖ് സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ നമുക്കിവിടെ എത്തിയത് 6:05 അപ്പോൾ ആദ്യം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് എത്തിയപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടൊന്നല്ല പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റിയ നല്ല മഴ പെയ്തിട്ടുള്ള ക്ലൈമറ്റാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. തോരാതെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴ. ഈ റൂട്ടിൽ പോകുമ്പോൾ നിറയെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ കയറിയ മാവേലി എക്സ്പ്രസ് മംഗലാപുരം വരെയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കിയിട്ട് കണക്ഷൻ ട്രെയിൻ ഉണ്ടെങ്കിൽ അതിന് പോകാമെന്നാണ് പ്ലാന്. അല്ലാന്നുണ്ടെങ്കിൽ ബസ് മാർഗം ചൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും മംഗലാപുരം എത്തിയിട്ട് അവിടുന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞേട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേത്രാവതി പാലമാണ് കേട്ടോ. അപ്പോൾ ആ നേത്രാവതി പാലം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ വ്യൂ കാണുമ്പോൾ തന്നെ അതും മഴയുടെ ഒരു ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഈ കാഴ്ച കാണാൻ. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് 6:05 കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചതിൽ നേരത്തെ 11 മണിയാകുമ്പോൾ തന്നെ നമ്മൾ മംഗലാപുരം എത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ പോവാനായിട്ട്. അതുകൊണ്ട് കണക്ഷൻ ട്രെയിൻ നമുക്കുണ്ടായിരുന്നത് 12:45. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഏട്ടാ പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ പോവാന്ന്. അതിന് ദേവുവിന് ചെറിയ ഛർദീൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൾക്ക് ടാബ്ലറ്റ് കൊടുത്തിട്ടാണ് ബസ് യാത്ര തുടങ്ങിയത്. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ബസ് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട് റൂം എടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിന് ചെന്നപ്പോൾ 4000, 5000 അങ്ങനെയൊക്കെ പല റേറ്റും അവർ പറഞ്ഞു. അപ്പോൾ നമുക്കിതൊന്നും പോസിബിൾ അല്ലായിരുന്നു. കാരണം അത്രയും ഒരു ചെറിയ റൂമിന് നമ്മൾ നോക്കിയപ്പോൾ 4000 ഒന്നും നമുക്ക് അത്രയും വാല്യബിൾ അല്ല ആ റൂം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 1500 രൂപയുടെ റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടുണ്ടായിരുന്നു. കാരണം മഴയും കാരണമൊക്കെ ആയതുകൊണ്ട് മക്കളും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അകലെയായിട്ട് നമുക്ക് റൂം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റൂം നോക്കി അടുത്ത് തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വൈകിട്ടൊന്ന് തൊഴാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മഴയൊന്ന് ശമിച്ച നേരത്താണ് നമ്മളൊന്ന് ഇറങ്ങിയത്. കുറച്ച് ശമനം ഉണ്ടായിരുന്നു മഴയ്ക്ക്. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി. പക്ഷേ ഉള്ളിലൊക്കെ നല്ലോണം തിരക്കായിരുന്നു. അതുപോലെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് GPayയോ മറ്റുള്ളതൊന്നും അവിടെ അവൈലബിൾ അല്ല. നമുക്ക് ഓൺലി ക്യാഷ് മാത്രമേ അവിടെ കൗണ്ടറിൽ അവർ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പോകുന്നവർ കയ്യിൽ ക്യാഷ് കരുതി വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി ദേവസ്വം വളയൊക്കെ വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഇവിടെ തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഉണ്ട്. നമ്മൾ അതേപോലെ രാത്രി 8:30 ആയപ്പോൾ തന്നെ അന്നദാനം കൗണ്ടറിലെത്തി. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അവിടെ ചോറും അതേപോലെ വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അധികം ലൈനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഹാളാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് എവിടെ ഇരുന്നും ഭക്ഷണം കഴിക്കാം കേട്ടോ. അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് തന്നെയായിട്ട് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കന്നഡയിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് നേരം ദേവൂസിന് അത് കാണണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു. ഒന്നും മനസ്സിലായില്ല, എന്നാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് പറയാം. അങ്ങനെ ദേവു നല്ലോണം വാശി പിടിച്ചു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാത്രി കുറച്ചുകൂടി മഴ വരും എന്നുള്ള ലക്ഷണമായപ്പോൾ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. കുറച്ച് നേരം കൂടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റൂമിലേക്ക് തിരിച്ചു പോയിട്ടോ. നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത് ഒരു 6 മണിയായിട്ടായിരുന്നു എണീറ്റുണ്ടായിരുന്നത്. ദേവുട്ടനും ദേവുട്ടിക്കും അതേപോലെ തന്നെ
എഴുത്തിന് ഇരുത്താനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി. അപ്പോൾ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു, അത്രയും തിരക്കായിരുന്നു. നല്ല മഴയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. ഞങ്ങളതേപോലെ സരസ്വതി മണ്ഡപത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അത്രയും ജനങ്ങളായിരുന്നു. തിക്കും കുത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഇരിക്കാനുള്ള സ്പേസ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ. എന്നാലും ഞങ്ങൾ എഴുത്തിനിരുത്തി, രണ്ടുപേരെയും എഴുത്തിനിരുത്തി വേഗം പുറത്തിറങ്ങി. പക്ഷെ നല്ല മഴ കാരണം ആർക്കും അവിടെ അധികം നേരം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ അല്ലാന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് കൂടി ഒരു ലൈന് ആക്കി മാറ്റാനോ ഒന്നും അവിടെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല. ഇത്രയും ആൾക്കാർ തിക്കി തിരക്കിയാണ് മണ്ഡപത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെനിക്കൊരു വലിയ ഫോൾട്ടായിട്ട് തോന്നി. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് ചെറിയ കുട്ടികളായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി കുത്തിത്തിക്കി പോകുന്ന സമയത്ത്, മണ്ഡപത്തിലോട്ട് കയറുന്ന സമയത്ത് ആ കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. നല്ല മഴ വെച്ചാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവും അതേപോലെ തന്നെ ഏട്ടനും കൂടി ഒരു കുടയിൽ മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ പുറകിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയായതുകൊണ്ട് നനയാനുള്ള ചാൻസും കൂടുതലായിരുന്നു. അപ്പോൾ ദേവിനാണെങ്കിൽ ഉടുപ്പൊക്കെ നനയുന്നുള്ളൊരു ഇതുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബികയിലൊന്ന് പോയിട്ട് വരണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഓരോന്നിന് ഒരുങ്ങി നിൽക്കുമ്പോഴും നമുക്ക് അവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സമയത്താണ് നമുക്ക് അവിടെ എത്താൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദേവി വിചാരിക്കണം, നമ്മളവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ദേവി തന്നെ വിചാരിച്ചാലേ നമ്മളവിടെ എത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, നമുക്കവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോയ സമയം നല്ല മഴയായിപ്പോയി. എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് നോക്കി പോകുന്നെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം അമ്മയെ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനും അമ്മേനെയും എല്ലാവരെയും കൂടി കൂടെ കൂട്ടണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് നമുക്ക് ആരെയും കൂടെ കൂട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഒരിക്കൽ വരുമ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് വരണം, ദേവിയെ ഒന്നുകൂടി കാണണം എന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.